I am Anupama. This is Medical Study with me. So, we will talk about Tp53 gene. Thumbnail അപ്പോൾ തമിഴിലായിട്ടുള്ള പോലെ തന്നെ Tp53 ജീനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് നമ്മുടെ എക്സാമിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ടോപ്പിക്കാണ് നിയോപ്ലേസിയ. ആൻഡ് നിയോപ്ലേസിയക്കകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് Tp53. നമുക്കറിയാം Tp53 എന്ന് പറയുമ്പോൾ ദേ ആർ ഓൾസോ നോൺ ആസ് ഗാർഡിയൻ ഓഫ് ജീനോം. സോ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നോർമൽ സെല്ലിനും യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ട്യൂമർ സെല്ലിനെ നോർമൽ സെല്ലിനെ ട്യൂമറാക്കി മാറ്റാതിരിക്കാനും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് Tp53 സ്ട്രെസ്ഡ് ആയിട്ടുള്ള സെല്ലിലും നോൺ സ്ട്രെസ്ഡ് ആയിട്ടുള്ള നോർമൽ സെല്ലിലും എങ്ങനെയാണ് അത് എക്സ്പ്രസ് ആവുന്നത്, എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്, ആൻഡ് അതിൻ്റെ ഒരു പാത്വേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. സോ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് എത്തുന്നതാണ്. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. Tp53 gene. Tp53 gene എന്ന് പറയുമ്പോൾ they are the guardian of the genome. So Tp53 is the guardian of the genome. And what is Tp53 gene? Tp53 gene is a tumor suppressor gene, right? So Tp53 എന്ന് പറയുന്നത് ഒരു tumor suppressor gene ആണ്, which is located on the small arm of chromosome number 17. Small arm of chromosome number 17 ലൊക്കേറ്റ് ചെയ്ത tumor suppressor gene ആണ് Tp53. And its protein product is P53 and is present in almost all normal tissue. ഇതിനകത്ത് ഈ Tp53 എന്ന് പറയുന്നത് ട്യൂമർ സപ്രസർ ജീനാണ്. ഈ Tp53 പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് P53 ആൻഡ് ദാറ്റ് റിസൾട്ട് ഇൻ അപ്പോപ്റ്റോസിസ് ഓഫ് ദി സെൽ ആൻഡ് ഓൾസോ ഗാർഡിയൻ ഓഫ് ദി സെൽ ജീനോം അല്ലേ. ഗാർഡിയൻ ഓഫ് ദി ജീനോം എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ റിപ്പയറിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് loss of functional mutation in Tp53 is the most common mutation observed in more than 50% of the cancer. In almost all cancer, 50%, more than 50% മാത്രമല്ല, almost all cancer ഈ loss of functional mutation in Tp53 കാണാറുണ്ട്. Tp53 അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡിയിൽ. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? Tp53 helps in repairing the damage in DNA. And also there are various other uses and roles അത് പറയുന്നുണ്ട്. First of all, almost all cancer, about more than 50% of the cancer, there is a loss of functional mutation in Tp53 resulting in uncontrolled proliferation of cells. And some of the cancers are listed here, which are the cancers: carcinoma of lung, colon and breast. ഓക്കെ, സോ ഈ Tp53യുടെ മ്യൂട്ടേഷൻ വേരിയബിൾ ഫ്രീക്വൻസി ആയിരിക്കും. ഓരോ ക്യാൻസറിലും ഓരോ ഫ്രീക്വൻസി ആയിരിക്കും, എത്രത്തോളം മ്യൂട്ടേഷൻ വന്നിട്ടുണ്ടെന്നുള്ളത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ക്യാൻസർ. എസ്പെഷ്യലി കാർസിനോമ ഓഫ് ദി ലങ്, കോളൻ, ബ്രസ്റ്റിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ് Tp53 മ്യൂട്ടേഷൻ. നൗ ഫങ്ഷൻസ് ഓഫ് Tp53 നമുക്കറിയാം അത് ഗാർഡിയൻ ഓഫ് ജീനോം ആണല്ലേ. സോ ഗാർഡിയൻ ഓഫ് ജീനോം മാത്രമല്ല, അത് ക്രിട്ടിക്കൽ ഗേറ്റ് കീപ്പർ ജീൻസ് or molecular policeman ആണ്. They are the critical gatekeeper gene or molecular policeman or guardian of the genome because they plays a main role in maintaining the integrity of the genome. Then how they maintain the integrity of genome? We know that Tp53 has a critical role in preventing the cancerous development. Proliferations ഒക്കെ control ചെയ്യാൻ Tp53 is very important. Tp53, this is P53 and a protein. Okay, P53 serves as a focal point of large network of the signal which senses cellular stress, DNA damage, shortened telomere, hypoxia and stress caused due to increased pro-growth signaling. So, pro-growth signaling increase ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മ്യൂട്ടേഷൻ. ഈ Tp53 എന്താ സെൻസ് ചെയ്യുന്നത്? സെല്ലുലാർ സ്ട്രെസ്, ഒരു സെല്ലിന് സെല്ലുലാർ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ DNA ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ, ഷോർട്ടൻഡ് ടീലോമിയർ ഫോർമേഷൻ വന്നിട്ടുണ്ടോ, ഹൈപ്പോക്സിയ ഓർ സ്ട്രെസ്. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു സം ഇൻക്രീസ്ഡ് പ്രോ ഗ്രോത്ത് സിഗ്നലിംഗ് ലൈക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഓങ്കോജീൻസ് വിച്ച് ആർ RAS ആൻഡ് MYC ജീൻ. സോ ഈ ജീൻസിനൊക്കെ മ്യൂട്ടേഷൻ വരുമ്പോഴും ദീസ് 2 ജീൻസ് ആർ ഓങ്കോജീൻസ്. സോ ഓങ്കോജീൻസിന് മ്യൂട്ടേഷൻ സംഭവിച്ചാലും ഇത് ഐഡൻറ്റിഫൈ ചെയ്യും Tp53. സോ ഇറ്റ് ആക്ട് ആസ് എ ഗാർഡിയൻ ഓഫ് ജീനോം. ഇറ്റ് സെൻസസ് ദി സെല്ലുലാർ സ്ട്രെസ്, DNA ഡാമേജ്, shortened telomere, hypoxia and stress caused due to increased pro-growth signaling. Then what happens in case of a normal cell? Tp53 നോർമൽ സെല്ലിന് എന്തെങ്കിലും ഒരു ഇഫക്റ്റ് വരുന്നുണ്ടോ? എങ്ങനെ ഇഫക്റ്റ് വരാണ്? Tp53 നമുക്കറിയാം അത് അപ്പോപ്റ്റോസിസ് സംഭവിക്കില്ല സെല്ലിന്. സോ അപ്പോപ്റ്റോസിസ് വരാതെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? നോർമൽ സെൽ ഹെൽത്തി ആയിട്ട് എന്തുകൊണ്ടിരിക്കുന്നു അത് നോക്കാമല്ലേ. ഇൻ
non-stressed healthy or normal cell P53 is maintained at a lower level by MDM2. ഈ MDM2 എന്ന് പറയുമ്പോൾ മ്യൂറിൻ ഡബിൾ മിനിറ്റ് ആണ്. ദാറ്റ് ഈസ് MDM2. ഈ MDM2 ലോവർ MDM2 P53നോട് ബൈൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ലെവൽ ലോവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ബൈൻഡ് ചെയ്യുന്നത്? P53നോട് യുബിക്വിറ്റിൻ E3 യുബിക്വിറ്റിൻ ലൈഗേസ് വെച്ച് ഇത് ബൈൻഡ് ചെയ്യും. they conjugate P53 to UB. That is ubiquitin. E3 ubiquitin ligase use ചെയ്തിട്ട് conjugate ചെയ്യുന്നുണ്ട് P53 to ubiquitin, and thus it degrade the P53. That is there lowers or there is a fall of P53 level in that particular cell. അങ്ങനെ ആ സെല്ലിനെ അപ്പോപ്റ്റോസിസ് നടത്താതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നോർമൽ ഒരു സെൽ ഓർ നോൺ സ്ട്രെസ്ഡ് ഹെൽത്തി സെല്ലിൽ they maintain P53 level at a lower level by MDM2. How MDM2 will conjugate P53 to UB, that is ubiquitin, and degrade the P53. Okay, then what happens in a stressed cell then? ഒരു സ്ട്രെസ്ഡ് സെല്ലാകുമ്പോൾ എന്ത് പറ്റും? P53 ഈസ് റിലീസ്ഡ് ഫ്രം ദി ഇൻഹിബിറ്ററി ഇഫക്റ്റ് ഓഫ് MDM2. ഇവിടെ MDM2നാണ് ഇൻഹിബിഷൻ. സ്ട്രെസ്ഡ് സെല്ലാകുമ്പം MDM2നെ ഇൻഹിബിറ്റ് ചെയ്യും. MDM2നെ ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ P53നെ കോൺജുഗേറ്റ് ചെയ്യുന്നില്ല. സോ P53 ഈസ് നൗ റിലീസ്ഡ്, ഫ്രീ ആയിട്ട് നടക്കുക. അങ്ങനെ P53 ആ സെല്ലിൽ ഫ്രീ ആയിട്ട് വന്നാൽ എന്ത് പറ്റും? P53 ആക്ടിവേറ്റ് ആക്കിയാൽ എന്ത് പറ്റും? ഏതർ അപ്പോപ്റ്റോസിസ് സംഭവിക്കും ഓർ it repairs. Okay, either it repairs the cell, otherwise it causes apoptosis. So first DNA damage ഉണ്ട്. DNA damage and hypoxia. രണ്ട് മെക്കാനിസം ആണുള്ളത്. ഈ P53 become activated ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദ DNA damage and hypoxia. DNA damage and hypoxia'ക്കകത്ത് distress due to DNA damage or hypoxia activate two related proteins which is ATM and ATR. ATM എന്ന് പറയുമ്പോൾ ataxia telangiectasia mutated or ataxia telangiectasia and RAD3 related ആയിട്ടുള്ള genes. Okay, these are two related protein kinases. DNA damage and hypoxia ഒക്കെ ഡെവലപ്പ് ചെയ്യും due to stress which activate two related proteins which are ATM and ATR. What is ATM? Ataxia telangiectasia mutated, and ATR is ataxia telangiectasia and RAD3 related etc. Then ഈ രണ്ട് പ്രോട്ടീൻ കൈനസിസിനെ ഇത് എഫക്റ്റ് ചെയ്തല്ലോ. സോ ഈ ATM ജീൻസിനുള്ള ATM ജീൻസിന് ദേ ഹാവ് ഇൻഎബിലിറ്റി ടു റിപ്പയർ സർട്ടൻ കൈൻഡ്സ് ഓഫ് DNA ഡാമേജ് ആൻഡ് ഹാവ് ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ. ഓക്കെ, ഈ ATM ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കാൻ എന്ത് പറ്റും? ദേ വിൽ ബി ഹാവിങ് ഇൻഎബിലിറ്റി ടു റിപ്പയർ സർട്ടൻ കൈൻഡ്സ് ഓഫ് DNA ഡാമേജ് ആൻഡ് ഹാവ് ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ. ആൻഡ് ബോത്ത് ATM ആൻഡ് ATRന് ദേ ബോത്ത് സ്റ്റിമുലേറ്റ് ഫോസ്ഫോറിലേഷൻ ഓഫ് P53 ആൻഡ് MDM2. അങ്ങനെ P53യുടെയും MDM2ൻ്റെയും ഫോസ്ഫോറിലേഷൻ സംഭവിച്ചാൽ എന്ത് പറ്റും? ദേ ഡിസ്റ്റർബ് ദി ബൈൻഡിങ് ഓഫ് P53 ബൈ ദി MDM2. MDM2ൻ്റെ P53 ബൈൻഡ് ചെയ്തില്ലെങ്കിൽ കോൺജുഗേറ്റ് ചെയ്യുന്നില്ലല്ലോ. സോ ദേ റിമെയിൻ ഫ്രീ എന്ന് പറയുമ്പോൾ ദേ കോസസ് അക്യുമുലേഷൻ ഓഫ് P53. ഇങ്ങനെയാണ് സ്ട്രെസ് ഉള്ള സമയത്ത് സെല്ലിൽ P53 അക്യുമുലേറ്റ് ചെയ്യുന്നത്. സ്ട്രെസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ MDM2 കോൺജുഗേറ്റ് ചെയ്യും P53നെ ബൈൻഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഈ ATM ഉള്ളതുകൊണ്ട് there is having an inability to repair certain kinds of DNA damage and increased incidence of cancer, and this both two related protein kinases, both of them will stimulate phosphorylation of P53 and MDM2. Next is the first mechanism is DNA damage and hypoxia. Next is oncogenic stress. Oncogenic stress എന്ന് പറയുമ്പോഴത്തേക്കും it may be induced by the activation of oncoproteins such as RAS. It is induced by the activation of oncoproteins such as RAS, and these stress produces sustained signaling via pro-growth pathway. അങ്ങനെ these signals produces certain stress. Okay, so ഈ oncogenic stress എന്ന് പറയുമ്പോൾ അത് oncogene അല്ല, oncoproteins ആണ് അതിന് ഇൻഡ്യൂസ് ചെയ്യുന്നത്. oncogene stress induces certain oncoproteins like RAS, MYC etc. And this signal produces cellular stress and leads to increased expression of B14 ARF. B14 ARF ൻ്റെ expression കൂട്ടും because of the cellular stress. These oncoproteins like RAS will increase. ഈ signals എന്ത് ചെയ്യും? They produce a certain cellular stress. This lead to the increased expression of P14 ARF. ഈ P14 ARFിനൊരു property ഉണ്ട്. They will bind to the MDM2. This and releases P53 and resulting in raised P53 level in the cell. So
സ്ട്രെസ്ഡ് സെല്ലിൽ എന്താ പറ്റുന്നത്, P53 ലെവൽ കൂടും, അക്യുമുലേറ്റ് ചെയ്യും. ബിക്കോസ് ഇത് DNA റിപ്പയർ ആൻഡ് ഹൈപ്പോക്സിയ കാരണം ATM ആൻഡ് ETR മ്യൂട്ടേഷൻ, ETM or ATR വന്നിട്ട് P53 MDMൻ്റെ ഫോസ്ഫോറിലേഷൻ സംഭവിക്കുമ്പം ഈ P53 ലെവൽ കൂടും. അതർവൈസ് എന്ത് സംഭവിക്കും, ഈ ഓങ്കോജനിക് സ്ട്രെസ്സ് കാരണം P14 ARF എക്സ്പ്രഷൻ ഉണ്ടാവും, ഓവർ എക്സ്പ്രഷൻ ഉണ്ടാവും. അങ്ങനെ ഓവർ എക്സ്പ്രഷൻ വരുമ്പോഴത്തേക്കും ദിസ് P14 ARF വിൽ ബൈൻഡ് ടു MDM, ദിസ് റിലീസസ് P53, അഗെയിൻ P53 അക്യുമുലേഷൻ സംഭവിക്കും. ഇതാണ് സ്ട്രെസ്ഡ് സെല്ലിൽ സംഭവിക്കുന്നത്. ദാൻ നോർമൽ സെല്ലിൽ P53 ഈസ് കോൺജുഗേറ്റഡ് വിത്ത് UB. Then how this cell prevent neoplastic transformation, ഈ മാലിഗ്നൻസി ട്യൂമറിലേക്കൊന്നും പോവാണ്ട് P53 എങ്ങനെയാണ് ഒരു സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. Then prevention of neoplastic transformation. Accumulation of P53 prevent neoplastic transformation of the cell by 3 interconnected mechanisms. Either it can be transient or temporary P53 induced T cell arrest ആവാം, അല്ലെങ്കിൽ അതൊരു പെർമനൻറ്റ് സെൽ സൈക്കിൾ അറസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് സെൽ ഡെത്ത് സംഭവിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസിയൻ്റ് ഓർ ടെമ്പററി P53 ഇൻഡ്യൂസ്ഡ് സെൽ സൈക്കിൾ അറസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇഫ് ദർ ഇസ് എ ഡാമേജ് ടു DNA. ഡാമേജ് ടു DNA സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, ഒരു ട്രാൻസിയൻ്റ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ളൊരു സെൽ സൈക്കിൾ അറസ്റ്റ് വരും ഇൻ ദി ലേറ്റ് G1 ഫേസ്. ലേറ്റ് G1 ഫേസിൽ, അതായത് ക്യുസെൻ്റ് ഫേസിലേക്ക് പോകുന്ന ടൈമല്ലേ, ലേറ്റ് G1 ഫേസിൽ ട്രാൻസിയൻ്റ് ഓർ ടെമ്പററി ആയിട്ടുള്ള ഒരു സെൽ സൈക്കിൾ അറസ്റ്റ് സംഭവിക്കുന്നുണ്ട് ഇഫ് ദർ ഇസ് എ DNA ഡാമേജ്. ആൻഡ് ഇറ്റ് ഈസ് P53 dependent transcription. It is brought out partly by the P53 dependent transcription. And P53 dependent transcription എന്ന് പറയുമ്പോൾ എന്താ, they will encode for CDK inhibitor P21. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഇവിടെ എന്താ അറസ്റ്റ് ആയി നിൽക്കുകയാണ് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ. അവിടെ ഈ P53 ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. P53 ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ്. ഈ P53 ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എൻകോഡ് ചെയ്യുന്നത് CDK ഇൻഹിബിറ്റർ P21 ആണ്. CDK ഇൻഹിബിറ്റർ ആയിട്ടുള്ള P21 ആണ് ഇതിനെ എൻകോഡ് ചെയ്യുന്നത്. Thus it will inhibit CDK or CDK bar D cyclin complexes and which maintains retinoblastoma, that is RB in an active hypophosphorylated state. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു ടെമ്പററി ഒരു ട്രാൻസിയൻ സെൽ സൈക്കിൾ അറസ്റ്റ് സംഭവിച്ചു ഡ്യൂ ടു DNA ഡാമേജ് ഇൻ ദി ലേറ്റ് G1 ഫേസ്. സോ ദാറ്റ് ട്രാൻസ്ക്രിപ്ഷൻ, എന്ത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്, P53 ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ വിച്ച് വിൽ ഇൻഹിബിറ്റ് CDK4 D സൈക്ലിൻ കോംപ്ലക്സ്. അങ്ങനെ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ മെയിൻറ്റെയിൻ RB ഇൻ ആൻ ആക്റ്റീവ് ഫോസ്ഫോറിലേറ്റഡ് സ്റ്റേറ്റ്. ദസ് ബ്ലോക്ക് ദി പ്രോഗ്രഷൻ ഓഫ് സെൽ ഫ്രം G1 ഫേസ് ടു S ഫേസ്. ഇവിടെ പറയുന്നുണ്ട് അറസ്റ്റ് സംഭവിക്കുന്നു. ഈ അറസ്റ്റ് എങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. P53 ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ സംഭവിക്കുമ്പോൾ CDK or D സൈക്ലിൻ കോംപ്ലക്സ് ഡെവലപ്പ് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് RB ഇൻ ആൻ ആക്റ്റീവ് ഫോം ഫോസ്ഫോറേറ്റഡ് സ്റ്റേജിലാകും. അങ്ങനെ G1 ടു S ഫേസിലേക്ക് പോകാതെ അവിടെ പ്രോഗ്രഷൻ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്ന ആ പ്രോഗ്രഷൻ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് സെൽ സൈക്കിളിൻ്റെ. ആൻഡ് ഇതിൻ്റെ യൂസ് എന്താ, ഇറ്റ് ഗിവ്സ് എ സെൽ ടൈം ടു DNA റിപ്പയർ DNA ഡാമേജ്. ഈ DNA ഡാമേജ് റിപ്പയർ ചെയ്യാനുള്ള ഒരു ട്രാൻസിയൻ ടൈം സെല്ലിന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇഫ് ദി DNA ഡാമേജ് ഇസ് റിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ ദെൻ ദർ വിൽ ബി എ ഫോൾ ഇൻ P53. ആഫ്റ്റർ റിപ്പയറിങ് സ്റ്റെബിലൈസേഷൻ ഓർ ആക്ടിവേഷൻ ഓഫ് P53 ഡിസപ്പിയർ ചെയ്യും. അങ്ങനെ P53 ലെവൽ ഫോൾ ചെയ്യും ആ ഒരു സെല്ലിൽ. അങ്ങനെ ദേ ഡിക്രീസസ് ദി ബ്ലോക്ക് ഇൻ സെൽ സൈക്കിൾ. സെൽ സൈക്കിൾ ഈ G1 ഫേസിൽ നിന്ന് S ഫേസിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും. ആൻഡ് ദസ് ഇറ്റ് റിട്ടേൺസ് ദി സെൽ ടു ദി നോർമൽ സ്റ്റേറ്റ്. സോ ഇവിടെ ട്യൂമറസ് ആവാണ്ട് നോർമൽ സ്റ്റേറ്റിലേക്ക് സെല്ലിനെ എത്തിച്ചു. അപ്പോൾ എന്താ പറയുക, ട്രാൻസിയൻ്റ് ടെമ്പററി P53 ഇൻഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഇഫ് ദർ ഇസ് എ DNA ഡാമേജ്, ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള അറസ്റ്റ് സംഭവിക്കും ലേറ്റ് G1 ഫേസിൽ. ആ സമയത്ത് ആ സെല്ലിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ, എന്ത് ട്രാൻസ്ക്രിപ്ഷനാണ് നടക്കുന്നത്, P53 ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ആയിരിക്കും നടക്കുന്നത്, വിച്ച് വിൽ എൻകോഡ് for CDK inhibitor P21 and this will maintain RB in an active and hyperphosphorylated state. Thus this progression of the cell from G1 to S phase ne avare block ചെയ്തു. ഈ RB active and hyperphosphorylated ആയില്ലേ, so it will block. Thus this cell will get enough time to repair DNA damage. ഈ ടൈം കൊണ്ട് ഈ DNA ഡാമേജ് റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ result in fall in level of P53 and then return the cell to normal state. If P53 induced senescence or permanent cycle arrest, what is that? P53 induced senescence എന്ന് പറയുമ്പോൾ എന്താ, പെർമനൻറ്റ് സെൽ സൈക്കിൾ അറസ്റ്റ് ആണല്ലേ. ആൻഡ്
വാട്ട് ഹാപ്പൻസ് ഇഫ് ഇതെന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പെർമനൻ്റ് ആയിട്ടുള്ള സെൽ സൈക്കിൾ അറസ്റ്റ് എന്തിനാണ് സംഭവിക്കുന്നത്? സെനസെൻസ് സെൽസ് ആർ പ്രിവെൻറ്റഡ് ഫ്രം ഫോമിങ് ട്യൂമർ. ടു പ്രിവെൻറ്റ് സെനസെൻസ് സെൽ, അതായത് സെനസെൻസ് സെല്ലിൻ്റെ ട്യൂമർ വരാനുള്ള ചാൻസ് ഉണ്ട്. വൺസ് ദി സെൽ ബിക്കം സെനസെൻറ്റ്, പെർമനൻറ്റ് സെൽ സൈക്കിൾ അറസ്റ്റ് സംഭവിച്ചില്ലെങ്കിൽ അത് പിന്നെ ഹൈപ്പർ പ്രൊലിഫറേറ്റ് ചെയ്ത് ട്യൂമറിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ P53 induced apoptosis or programmed cell death. The cells with irreversible DNA damage undergo P53 induced apoptosis and is the protective mechanism against development of the cancer. P53 stimulate transcription of several pro-apoptotic genes, that is PAX and PUMA, and resulting in apoptosis of the cell via the intrinsic pathway. ഇവിടെ P50 ഇൻഡ്യൂസ്ഡ് അപ്പോപ്റ്റോസിസ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് നടക്കുന്നുണ്ടല്ലോ. ഇൻ കേസ് ഈ റിപ്പയർ സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് സംഭവിക്കും. ദാറ്റ് ഇസ് ഇറിവേഴ്സിബിൾ DNA ഡാമേജ് അണ്ടർഗോയിങ് P53 ഇൻഡ്യൂസ്ഡ് അപ്പോപ്റ്റോസിസ്. ദെൻ പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് ഈ P53 ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാംഡ് സെൽ ഡെത്ത് ഇസ് എ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. ഹൗ? ബിക്കോസ് ഈ ഇങ്ങനത്തെ ഒരു ഡാമേജ് വരുമ്പോഴത്തേക്കും, DNA ഡാമേജ് വരുമ്പോഴത്തേക്കും സെൽ അപ്പോപ്റ്റോസിസ് നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? കൂടുതൽ സെയിം മ്യൂട്ടേഷനുള്ള സെല്ല് ഡെവലപ്പ് ചെയ്തൊരു ക്യാൻസറസ് ആയിട്ട് മാറും. സോ P53 സ്റ്റിമുലേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് പ്രോ അപ്പോപ്റ്റോട്ടിക് ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ റിസൾട്ടിങ് ഇൻ അപ്പോപ്റ്റോസിസ്. നെക്സ്റ്റ് ഇസ് മെത്തേഡ് ഓഫ് ഇനാക്ടിവേഷൻ ഓഫ് T53 ആൻഡ് അസോസിയേറ്റഡ് ട്യൂമർ. ദി മോസ്റ്റ് ക്യാൻസേഴ്സ് ഹാവ് ഡിഫെക്റ്റ് ഇൻ TP53 genes. First of all, acquired loss of function mutation in both T53 allele in somatic cell is most important. So which are the method of inactivations of TP53 genes? Associated tumor ഏതൊക്കെയായിരിക്കും? acquired loss of function of mutation in both T53 allele in somatic cell is the most common cause. Then next is germline mutation. ഒരു ഇൻഡിവിജ്വലിന് ഇൻഹെറിറ്റഡ് ആയിട്ടൊരു വൺ മ്യൂട്ടേറ്റഡ് ഓർ ഡിഫക്റ്റീവ് ആയിട്ടുള്ള TP53 allele ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാമ്പിളാണ് ലൈഫ് റോമനി സിൻഡ്രോം. അങ്ങനത്തെ ഒരു സിൻഡ്രോം ഉണ്ടെന്നുള്ള ഒരാൾക്ക് മ്യൂട്ടേഷൻ ഉണ്ടാകും. ഒരു വൺ ഓഫ് ദി TP53 വിൽ ബി മ്യൂട്ടേറ്റഡ്. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ക്യാൻസർ അറ്റ് യങ്ങർ ഏജ്. ക്യാൻസർ എന്ന് പറയുമ്പോൾ മാലിഗ്നൻറ്റ് ക്യാൻസർ ആയിരിക്കും. ആൻഡ് ദേ ആർ പ്രോൺ ടു ഡെവലപ്പ് മൾട്ടിപ്പിൾ പ്രൈമറി ട്യൂമേഴ്സ് ഓഫ് വേരിയിങ് ടൈപ്സ്. നെക്സ്റ്റ് ഇസ് മ്യൂട്ടേഷൻ ഓഫ് പ്രോട്ടീൻ ദാറ്റ് റെഗുലേറ്റ് P56 function. Mutation of the protein that regulate P53 functions. That means P53 function, P53യുടെ ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസ് ഉണ്ടല്ലോ. ആ പ്രോട്ടീൻസ് that is the protein P53, the function of which tightly regulated at several levels by other proteins. There are many tumors without TP53 mutations or mutations of the proteins that regulate P53 ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഈ TP53യുടെ ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കാത്ത ആൾക്കാർക്കും ഇതുപോലത്തെ P53യുടെ മ്യൂട്ടേഷൻ കൊണ്ടായിരിക്കും അപ്പോപ്റ്റോസിസ് സംഭവിക്കുന്നത്. ഓക്കെ, ദി മ്യൂട്ടേഷൻ ഓഫ് പ്രോട്ടീൻ ദാറ്റ് റെഗുലേറ്റ് P53 ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറഞ്ഞത് മ്യൂട്ടേഷൻ, ജേർമലൈൻ മ്യൂട്ടേഷൻ ആയിരുന്നു. അതായത് ജീനിൻ്റെ മ്യൂട്ടേഷൻ കൊണ്ട് ദി പീപ്പിൾ മൈറ്റ് ബി സസെപ്റ്റബിൾ ഫോർ ക്യാൻസർ. ഇവിടെ എന്ന് പറയുമ്പോൾ ജീനല്ല മ്യൂട്ടേറ്റഡ് ആയത്, പ്രോട്ടീൻ മ്യൂട്ടേറ്റഡ് ആയത്. കാരണം ഈ TP53 റിലീസ് ചെയ്യുന്ന P53നെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് സംഭവിക്കുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ്, ഇവർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവരെ P53നെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അപ്പോപ്റ്റോസിസ് വരാൻ, ക്യാൻസർ ഗ്രോത്ത് കൂടാം, P53 ലെവൽ ചിലപ്പോൾ ഫോൾ ആവാം. ഇങ്ങനെ അതിൻ്റെ എക്സാമ്പിളാണ് MD, M2 ആൻഡ് റിലേറ്റഡ് പ്രോട്ടീൻസ്. ദേ റെഗുലേറ്റ് P53 function, and these proteins are frequently overexpressed in the cancer with normal T53 allele. ക്യാൻസറിൻ്റെ അതായത് അല്ലീൽസ് TP53 നോർമൽ ആയിരിക്കും, ബട്ട് P53 അബ്നോർമൽ ഒന്നുമല്ല, അതും നോർമലാണ്. ബട്ട് അതിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്ന MD, M2 ആൻഡ് റിലേറ്റഡ് പ്രോട്ടീൻസ് പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ദസ് റിസൾട്ട് ഇൻ ഓവർ എക്സ്പ്രഷൻ ഇൻ ക്യാൻസർ. Then blocking of P53 function. Blocking of P53 function, similar to the RB, the transforming proteins of many DNA viruses bind and degrade P53, and even without mutation in P53 mutation ഇല്ലാതെ തന്നെ ചില DNA വൈറസ് എന്ത് ചെയ്യും, ഇവരോട് P53യുടെ ഫംഗ്ഷൻ ഇവരെ ബൈൻഡ് ചെയ്തിട്ട് ദേ ഡിഗ്രേഡ്സ് P53 without any mutation in P53, without making any mutation. For example, viral oncoprotein E6 of higher risk human papilloma virus.
This causes cervical carcinoma and subset of squamous cell carcinoma of the head and neck. Now, what are the consequences of loss of P53 function? One is DNA damage goes unrepaired. DNA damage is unrepaired ആയിട്ട് പോകും. അങ്ങനെ ഫസ്റ്റ് കോസ്. നെക്സ്റ്റ് ഇസ് ഡ്രൈവർ മ്യൂട്ടേഷൻ അക്യുമുലേറ്റ്സ് ഇൻ ദി ഓവോജീൻസ് ആൻഡ് അതർ ക്യാൻസറസ് ജീൻ. കൂടുതൽ മ്യൂട്ടേഷൻ എന്ത് സംഭവിക്കും? റിസൾട്ട് ഇൻ അക്യുമുലേഷൻ ഓഫ് ഓങ്കോജീൻ അങ്ങനെ ക്യാൻസറസ് ഗ്രോത്തിന് കാരണമാകും. ആൻഡ് ലാസ്റ്റ്ലി സെൽ ബ്ലൈൻഡ്ലി ഫോളോസ് എ ഡേഞ്ചറസ് പാത്ത്. സെൽ ബ്ലൈൻഡ്ലി എന്ത് ചെയ്യും? കുറേ പ്രൊലിഫറേഷൻ സംഭവിക്കുമ്പോൾ മാലിഗ്നൻറ്റ് ട്രാൻസ്ഫോർമേഷന് കാരണമാകും. These are the consequences of loss of P53 function. And therapeutic implication of TP53 എന്ന് പറയുമ്പോൾ irradiation and chemotherapy is very effective if wild type versus മ്യൂട്ടേറ്റഡ് T53ക്കകത്ത് വൈൽഡ് ടൈപ്പ് ആണെങ്കിൽ റേഡിയേഷനും കീമോതെറാപ്പിയൊക്കെ ഇഫക്റ്റീവാണ്. ബട്ട് മ്യൂട്ടേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇറേഡിയേഷൻ ആൻഡ് കീമോതെറാപ്പി ഇൻഡിവിജ്വൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേ വോണ്ട് ഇഫക്റ്റീവ്. ദാറ്റ് ഇസ് ട്യൂമർ വിത്ത് വൈൽഡ് ടൈപ്പ് TP53 alleles are more susceptible for apoptosis than tumor with the mutated TP53 alleles. Okay. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇത്. അയണൈസേഷൻ ഓഫ് റേഡിയേഷൻ ഓഫ് കാസിനോജൻ മ്യൂട്ടൻറ്റ് ഷോർട്ടൻഡ് ടീലോമിയർ ഒക്കെ വരുമ്പോഴത്തേക്കും ഈ നോർമൽ സെൽ എന്താവും? നോർമൽ സെൽ വിത്ത് DNA ഡാമേജ് സംഭവിക്കും. ഏത് TP53 നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി TP53 ഓൾട്ടറേഷൻ സംഭവിക്കാം. TP53 നോർമൽ ആണെങ്കിൽ P53 ലെവൽ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞു സ്ട്രെസ്ഡ് സെല്ലിൽ എങ്ങനെ P53 ലെവൽ കൂടുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ സെയിം തിങ്. അങ്ങനെ ഇത് കൂടുമ്പോഴത്തേക്ക് എന്ത് പറ്റും? സെൽ സൈക്കിൾ അറസ്റ്റ് G1 ഫേസിൽ സംഭവിക്കും. ഹൗ? G1 ഫേസിൽ എങ്ങനെ സെൽ സൈക്കിൾ അറസ്റ്റ് സംഭവിക്കുന്നത്? G1 ഫേസിൽ P53 ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതുകൊണ്ട് അങ്ങനെ ക്യൂസൻസ് ഫേസിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ DNA റിപ്പയർ സംഭവിക്കാനുള്ള ടൈം കൊടുക്കും. DNA റിപ്പയർ സംഭവിച്ച് നോർമൽ സെല്ലായിട്ട് P53 ലെവലിൽ കുറച്ച് നോർമൽ സെല്ലായിട്ട് അത് മാറും. റിപ്പയർ സംഭവിച്ചില്ലെങ്കിൽ ഏത് പെർമനൻറ്റ് സെൽ അറസ്റ്റ് വരും സെനസെൻസ് ആയിട്ട്, അല്ലെങ്കിൽ ബാക്സ് പോലത്തെ പ്രോട്ടോ അപ്പോപ്റ്റോട്ടിക് ജീൻസ് ആക്ടിവേറ്റ് ആയിട്ട് റിസൾട്ടിങ് അപ്പോപ്റ്റോസിസ്. ദി അതർ വൺ ഇസ് ലോസ് ഓർ മ്യൂട്ടേഷൻ ഓഫ് P53 ഉണ്ടെങ്കിൽ ഈ സെൽ വിത്ത് DNA ഡാമേജ് സംഭവിച്ച സെല്ലിൽ ലോസ് ഓർ മ്യൂട്ടേഷൻ ഓഫ് P53 സംഭവിച്ചിട്ടുണ്ടെങ്കിൽ P53 ഡിപ്പെൻഡൻറ്റ് ജീൻസ് ആർ നോട്ട് ആക്ടിവേറ്റഡ്. ദസ് ദർ വോണ്ട് ബി ഇൻ എ റിപ്പയർ ടേക്കിംഗ് പ്ലേസ്, നോ സെനസെൻസ് ഓർ നോ സെൽ സൈക്കിൾ അറസ്റ്റ്. ദ സെൽ വിത്ത് മ്യൂട്ടേഷൻ വിൽ ബി ഡെവലപ്ഡ്, ദാറ്റ് ഇസ് അൺകൺട്രോൾഡ് സെൽ പ്രൊലിഫറേഷൻ റിസൾട്ടിങ് ഇൻ മാലിഗ്നൻറ്റ് ട്യൂമർ. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദി TP53 ജീൻ. ഇതൊരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുന്നു, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഷോർട്ടസ്റ്റ് ആയിട്ട് പലപ്പോഴൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.